കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. തിരികെ തരാൻ ആ മാണിക്യം എന്റേതാണ്. നീ ഇപ്പൊ മുതലേ ഇങ്ങനെ കരഞ്ഞ് നിന്റെ കണ്ണീര് മുഴുവൻ വേസ്റ്റ് ആക്കിയാ നിന്റെ മകൻ മരിച്ചു കഴിഞ്ഞൂന്നറിയുമ്പോ ആ സമയത്ത് കരയാൻ കണ്ണീര് ബാക്കി കാണൂ? ചേച്ചി ചേച്ചി വിചാരിക്കുന്ന പോലെ അർജുന് ഒന്നും സംഭവിക്കില്ല. അതോർത്ത് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. ചേച്ചി ചേച്ചി ഇങ്ങനെ വേദനിക്കുമ്പോ അത് കാണാനുള്ള ശക്തി എനിക്കില്ല. വിഷമിക്കല്ലേ ചേച്ചി. നിന്റെ വല്യമ്മ എന്തുമാത്രം വേദനിക്കുന്നു നോക്ക്. നീ ഇങ്ങനെ കുത്തിപ്പിടിച്ച പോലെ നിൽക്കാതെ അർജുനെ ഭവാനിയുടെ കൂടെ പോയിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ധൈര്യം കിട്ടില്ലായിരുന്നോ? ഈ വീട്ടിൽ ശ്രീചക്രം ഇരിക്കുന്നത് കൊണ്ട് ഇതിനുള്ളിൽ പ്രവേശിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനെങ്ങനെ ഇവിടെ എത്തിയത്? ആ അമ്മയുടെ ആത്മാവ് എന്റെ ശരീരത്തിൽ കയറിയ ശേഷം സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഭവാനിയുടെ കയ്യിൽ നിന്ന് മാണിക്യം അമ്മ എടുത്തോണ്ട് പോയി കാണോ? അമ്മയ്ക്ക് അമ്മയുടെ രൂപം തിരിച്ചു കിട്ടി കാണോ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലടാ. അമ്മേ, ദുഷ്ടശക്തികൾ ഉള്ളിൽ കയറാതിരിക്കാൻ നിന്റെ വീട്ടിൽ ശ്രീചക്ര സ്ഥാപിച്ചിട്ടുണ്ട്. നിന്റെ ഉള്ളിലിരുന്നാൽ എനിക്ക് അകത്തേക്ക് കടക്കാൻ കഴിയില്ല. വീടിനുള്ളിൽ പോയി ഭവാനി വെച്ച് ആ മാണിക്യമെടുത്ത് എനിക്ക് കൊണ്ട് തരൂ. പോടാ. ശരി അമ്മേ. വേഗം പോയി മാണിക്യം എടുത്ത് കൊണ്ടുവന്ന് തരൂ. മനസ്സിലായോ? എന്താ സംഭവിച്ചത്? ഭവാനി, എന്താ സംഭവിച്ചത്? എന്തു പറ്റി? നീ എന്താ ഇങ്ങനെ ഓടി വന്നത്? മോളെ മോളെ നിങ്ങൾ രണ്ടുപേരും കൂടി അല്ലേ പോയത്? എന്നിട്ട് അവൻ ഇവിടെ പോയി. അർജുൻ ഇവിടെ മോളെ. അർജുൻ
അർജുൻ എവിടെ? അത് അർജുൻ. ഇവള് തനിച്ച് വന്നിരിക്കുന്ന സ്ഥിതിക്ക് അവൻ മരിച്ചുപോയ വാർത്ത പറയാൻ വേണ്ടി വന്നതായിരിക്കും. മോളെ ഭവാനി, അർജുൻ എവിടെ മോളെ? നീ എന്താ ഒറ്റയ്ക്ക് വന്നേ? എവിടെ? അർജുനെ കാണുന്നില്ലല്ലോ. അർജുൻ എന്താ പറ്റിയേ? എന്തിനാ നീ കരയുന്നേ? പറ. എന്താ മോളെ, എന്താ സംഭവിച്ചേ? നീ എന്താ ഒറ്റയ്ക്ക് തിരിച്ചു വന്നത്? എന്റെ കൊച്ചുമോൻ എവിടെ? അവനെന്താ വരാത്തെ? പറ മോളെ, എന്താ പറ്റിയത്? എന്താ പറ്റിയെന്ന് പറ. എന്താ സംഭവിച്ചതെന്ന് നീ ഒന്ന് പറ. അത് അർജുൻ. എന്താ മോളെ പറയുന്നേ? അവൻ എന്തു പറ്റി? അർജുൻ എവിടെ മോളെ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ കാര്യമെങ്കിലും നീ ഞങ്ങളോടത് പറയൂ. എന്റെ കൊച്ചുമോൻ എവിടാ? അത് നീ പറ. ഭൈരവി, എന്താ പറ്റിയത്? അർജുൻ എവിടെ? പറ മോളെ. ക്ഷേത്രത്തിന്റെ വാതില് തുറന്ന് അകത്തേക്ക് പോയപ്പോ നാഗദേവത അർജുനെ അകത്തേക്ക് വലിച്ചെടുത്തോണ്ട് പോയി. അർജുൻ എന്ത് സംഭവിച്ചുന്ന് എനിക്കൊന്നും അറിയില്ല. അർജുൻ ഇപ്പൊ ജീവനോടെ ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. മോളെ ഭവാനി, ഭവാനി, എഴുന്നേക്ക് മോളെ. ഭവാനി എഴുന്നേക്ക്. നീ എന്താ മോളെ പറയുന്നത്? നാഗമ്മ, അളിയൻ അർജുൻ ജീവനോടെ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ല അപ്പച്ചി. നാഗദേവതയുടെ കയ്യിൽ നിന്നും ആർക്കും അവനെ രക്ഷിക്കാൻ കഴിയില്ല ചേച്ചി. അയ്യോ, അവനിപ്പൊ ജീവനോടെ ഇല്ലെന്നാ തോന്നുന്ന ചേച്ചി. അയ്യോ എന്റെ ഭഗവാനേ, ദൈവമേ, എന്തൊരു പരീക്ഷണമായത്. അർജുൻ, അർജുൻ, അയ്യോ. ഭവാനി, ഭവാനി. മോളെ ഭവാനി, കരയാതിരിക്കെ, സമാധാനായിട്ടിരിക്കെ. അർജുൻ, മോനെ അർജുൻ, മോനെ. കരയുന്നേ മോളെ, സമാധാനിക്കും മോളെ, കരയാതിരിക്കെ. നാഗദേവത എന്റെ മകനെ കൊല്ലുന്നതിന് വേണ്ടിയായിരിക്കും കൊണ്ടുപോയത്. ഇനി അവനെ ആര് വിചാരിച്ചാലും രക്ഷിക്കാൻ കഴിയില്ല. ആ നാഗസന്യാസിമാർ അന്ന് പറഞ്ഞതാണ്. അവര് പറഞ്ഞതുപോലെ തന്നെ നടന്നു കഴിഞ്ഞു. അയ്യോ അർജുൻ, അർജുൻ. മോളെ ഭവാനി, അമ്മേ, അമ്മേ, എന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കും. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കമ്മേ. ആരെങ്കിലും രക്ഷിക്കും. എന്റെ മകനെ ആരെങ്കിലും രക്ഷിക്കും. അർജുൻ, 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 അപ്പച്ചി, അർജുൻ. അപ്പച്ചി കരയാതെ. അപ്പച്ചി, കൗസല്യ, അപ്പച്ചി, മോളെ കൗസല്യ, കരയാതെ. മോളെ കൗസല്യ. അപ്പച്ചി എന്താ പറ്റിയെ? ചേച്ചി എഴുന്നേക്ക്. അപ്പച്ചി, മോളെ കൗസല്യ. അപ്പച്ചി കണ്ണുറക്ക്. അപ്പച്ചി, അപ്പച്ചി കണ്ണുറക്ക്. ആരെങ്കിലും വേഗം വാ, ഇങ്ങോട്ട് വാ. കൗസല്യ, അയ്യോ അപ്പച്ചി, അപ്പച്ചി. നീ പെട്ടെന്ന് ഡോക്ടറിനെ ഫോൺ ചെയ്യേ. ചെല് മോളെ. ശകുന്തള, ശകുന്തള. ഡോക്ടർ, ഞാൻ ആദ്യത്തെ സംസാരിക്കുന്നത്. ഒന്ന് വേഗം ഇവിടെ വീട്ടിലേക്ക് വരാവോ? അപ്പച്ചിക്ക് ബോധം നഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഡോക്ടറിനെ വരും, വിളിക്ക്. വരും. അപ്പച്ചി. മോളെ നാഗദേവതേ, ചോദിക്കൂ. അമ്മേ മൃത്യുദേവി, അമ്മ ആരും ഒരിക്കലും പൂജ ചെയ്യാറില്ല. നിന്നെ ആരും ഓർക്കുന്നില്ലെങ്കിലും ജീവൻ വെടിയുന്ന ആ അവസാന സമയത്ത് യമദേവന്റെ ആ മരണക്കയറായി അമ്മയാണ് എല്ലാവരുടെ അടുത്തും ചെല്ലുന്നത്. അമ്മേ, ഞാൻ കൊല്ലാൻ ശ്രമിക്കുന്ന അർജുന് മരണശാപമുണ്ട്. കല്യാണം കഴിയുന്നതിന്റെ 3-ാം ദിവസം അവന്റെ ആയുസ് അവസാനിച്ച് അവന്റെ മരണം സംഭവിക്കുമെന്ന് അവന്റെ ജാതകത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ളപ്പോ അവൻ എന്താണമ്മേ മരണം സംഭവിക്കാത്തത്?
ഞാൻ അവനെ കൊത്തിയിട്ട് പോലും അവന് മരണം സംഭവിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണമ്മേ അവന്റെ പ്രാണൻ എടുക്കാത്തത്? എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയണോ അമ്മേ? എനിക്കൊരു ഉത്തരം തരൂ ദയവായി. നിനക്ക് എന്താണ് അറിയേണ്ടത് മകളെ? എന്റെ വിഷമേറ്റിട്ട് ഇതുവരെ മരിക്കാത്തവരായ ആരും തന്നെ ഈ ഭൂമിയിലില്ല. അങ്ങനെയുള്ള ഞാൻ അവനെ കൊത്തിയിട്ടും എന്റെ വിഷം അവന്റെ പ്രാണൻ എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയണോ അമ്മേ? ജാതകപ്രകാരം കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം അവൻ ഉറപ്പായിട്ടും മരിച്ചിരിക്കണം. എന്നിട്ടും അവൻ എന്തുകൊണ്ടാ മരിക്കാത്തത്? ജാതകപ്രകാരം കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ നാൾ അവൻ മരിക്കണമെന്നത് വിധിയാണ്. അമ്മേ, അങ്ങനെയാണെങ്കിൽ അവൻ എന്താ മരിക്കാത്തെ? അവൻ്റെത് അല്പായുസായിരിക്കാം. പക്ഷേ അവൻ വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് ലക്ഷ്മി സൗഭാഗ്യവതി യോഗമുള്ളതുകൊണ്ടാണ്. അവളുടെ ആ യോഗമാണ് അവന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ജാതകം എന്നത് ഒരു സത്യം ഇല്ലാത്തതാണോ? അപ്പൊ അവന്റെ ജാതകം കള്ളമാണോ? ജാതകം ഒരിക്കലും കള്ളമല്ല. ജാതകം കള്ളമല്ലെങ്കിൽ പിന്നെ അവൻ ഉറപ്പായും മരിക്കേണ്ടതല്ലേ? ഇവിടെ ഒരു സത്യം നീ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നാഗിനി. എന്താ അത്? ദയവായി പറയൂ. ഭാഗ്യത്തെക്കാളും ആത്മവിശ്വാസമാണ് ഏറ്റവും വലുത്. തന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന ഭവാനിയുടെ ആത്മവിശ്വാസമാണ് നിന്റെ കൈകൊണ്ട് മരിക്കണമെന്ന അവന്റെ ദുർവിധിയെ മാറ്റിമറിച്ചത്. ശാപത്തെക്കാളും അനുഗ്രഹമാണ് ഏറ്റവും വലുത്. സൗഭാഗ്യവതിയായി ഇരിക്കട്ടെ എന്ന് നീ ഭവാനി അനുഗ്രഹിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് നീ അവന് കൊടുത്ത മരണദണ്ഡനയിൽ നിന്നും അവൻ വീണ്ടും വീണ്ടും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വരത്തേക്കാൾ സങ്കല്പം വലുതാണ്. ഭവാനിയുടെ ദീർഘവീക്ഷണ ബലമാണ് അവളെ എന്നും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതകത്തെക്കാളും കർമ്മയോഗ ബലമാണ് വലുത്. ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന പാപപുണ്യങ്ങളുടെ കർമ്മഫലങ്ങളെയാണ് യോഗമെന്ന് പറയുന്നത്. നിനക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറയുന്നത് ശ്രദ്ധിക്കൂ. ബ്രഹ്മദേവൻ ദുര്യോധനന്റെ ആയുസ് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആയുസ് 128 വർഷമായിരുന്നു അല്ലേ? എന്നിട്ടും ബ്രഹ്മാവേദി ആ ആയുസിനു മുന്നേ ദുര്യോധനൻ മരണപ്പെട്ടു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചതമ്മേ? ദുര്യോധനൻ ചെയ്ത പാപത്തിന്റെ എല്ലാം കർമ്മഫലമാണ് അദ്ദേഹത്തിന്റെ ആയുസിന് കുറവ് വരാൻ കാരണമായത്. കർമ്മഫലം എന്നത് ബ്രഹ്മാവിന്റെ പ്രവചനത്തിന് പോലും മാറ്റം സംഭവിപ്പിക്കാം. ബ്രഹ്മാവേദിയടുത്ത് പോലും മാറ്റം സംഭവിച്ചില്ലേ? ജാതകത്തിനെ പോലും മാറ്റാൻ സംഭവിപ്പിക്കുന്ന ശക്തികളുണ്ടെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? അങ്ങനെ ഭവാനി പൂജ ചെയ്ത് നേടിയെടുത്ത പുണ്യമാണ് അവളുടെ ഭർത്താവിന്റെ ജീവൻ ഇത്രയും കാലം സംരക്ഷിച്ചു പോകുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അമ്മ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ബ്രഹ്മാവ് എഴുതുന്ന തലയിലെഴുത്ത്, അതിനുമപ്പുറം ശാസ്ത്രങ്ങളാൽ വിധിക്കപ്പെട്ട ജാതകം, എന്തിനേറെ അമ്മ എഴുതിയ ആ മരണവിധി പോലും മാറ്റാനുള്ള ശക്തി ആ യോഗത്തിനുണ്ടെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യമായി അമ്മേ. പക്ഷെ ഞാൻ ആ അർജുനെ ഇപ്പോ കൊല്ലാതിരിക്കുകയാണെങ്കിൽ എന്റെ പ്രഭുവിനെ രക്ഷിക്കാൻ കഴിയില്ല. എന്റെ പ്രഭുവിനെ എനിക്ക് രക്ഷിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കില്ലേ അമ്മേ? പറയൂ അമ്മേ, പറയൂ. ഉറപ്പായും നിനക്ക് നിന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ സാധിക്കും നാഗിനി. അപ്പോ എനിക്ക് എന്റെ പ്രഭുവിനെ രക്ഷിക്കണമെങ്കിൽ ആ അർജുൻ ഉറപ്പായും മരിക്കണ്ടേ അമ്മ? അവൻ ഉറപ്പായും മരിക്കും. ഭവാനിയുടെ യോഗം കൊണ്ടാണ് ആ അർജുൻ ഇങ്ങനെ രക്ഷപ്പെട്ടു വരുന്നതെന്ന് ഇപ്പൊ അമ്മയല്ലേ പറഞ്ഞത്? അങ്ങനെ ഇരിക്കുമ്പോ അവൻ എങ്ങനെയാ മരിക്കുന്നേ? കർമ്മമായാലും യോഗമായാലും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, ഈ ലോകത്തെ പോലും നയിക്കുന്നത് കാലമാണ്. കാലമാറ്റങ്ങൾ സാധാരണമായത് അസാധാരണമായും അസാധാരണമായത് സാധാരണമായും മാറും. ഇത് സൃഷ്ടിയുടെ രഹസ്യമാണ്.
വരുന്ന ശനിയാഴ്ച ശനി ത്രയോദശിയാണ്. ആ നാളിൽ വരുന്ന യമകണ്ഠ സമയത്ത് നിനക്ക് അർജുനെ കൊല്ലാൻ സാധിക്കും. അതിനുശേഷം അർജുന്റെ ജാതകപ്രകാരം അവൻ ഉറപ്പായും മരണം സംഭവിക്കും. ആ ദിവസം യമകണ്ഠ നേരം അവസാനിക്കുന്നതിന് മുമ്പായി നീ അവനെ വധിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പൗർണമി. ഈ പൗർണമി ദിവസം എനിക്കെന്റെ പ്രഭുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനുശേഷം എന്റെ പ്രഭുവിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് ഒരിക്കലും കഴിയില്ല അമ്മേ. നിന്റെ ഭർത്താവ് ചെയ്ത കർമ്മഫലം കൊണ്ട് അർജുൻ മരിക്കുന്നത് വരെ അവന്റെ ജീവന് ഒരു ആപത്തും സംഭവിക്കില്ല. ഡോക്ടറെ, എന്റെ മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? എന്തായാലും പറയും. നിങ്ങളിങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലമ്മ. പക്ഷേ ഒരു മരുന്നുകൊണ്ട് മാത്രം ഈ അവസ്ഥ മാറ്റാൻ സാധിക്കില്ലമ്മ. എന്താ ഡോക്ടർ, ഇപ്പോഴല്ലേ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞത്? എന്നിട്ടിപ്പോ മരുന്നുകൊണ്ട് ഗുണം ചെയ്യില്ലെന്ന് പറയുന്നു. ശരീരത്തിനുള്ള അസ്വസ്ഥതകൾക്ക് മാത്രമേ മരുന്നുള്ളൂ. എന്നാലോ മനസ്സിലുള്ള ദുഃഖങ്ങൾ അകറ്റാൻ ഒരു മരുന്നിനെ കൊണ്ടും കഴിയില്ല. ശകുന്തള മാഡം അവരുടെ മകനെ കുറിച്ചോർത്ത് വല്ലാതെ വിഷമിച്ചിരിക്കുവാണ്. എത്ര വേഗം സാധിക്കുമോ അത്ര വേഗം അവരുടെ മകനെ അവരുടെ അടുക്കള എത്തിക്കുന്നുവോ അത്ര വേഗം അവരെ രക്ഷിക്കാം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അവരുടെ ജീവന് വലിയ ആപത്താണ്. അവർക്ക് അവരുടെ മകനെ ഉടൻ തന്നെ കണ്ടേ മതിയാകൂ. ഇല്ലെങ്കിൽ അവന്റെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കണം. അതുമല്ലെങ്കിൽ അവന്റെ സാമീപ്യമെങ്കിലും അവർക്കറിയണം. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചേ പറ്റൂ. ഇത് മരുന്നുകൊണ്ട് മാത്രം മാറ്റാൻ പറ്റുന്ന അവസ്ഥയല്ല.